തമ്പുരാന്റെ ഓരോരോ മറിമായങ്ങളെ. എന്റെ പിള്ളേരെ മീൻ മാർക്കറ്റിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ ഇവിടെ. പുലിമടയെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പുണ്ടോടെ ഇവിടെ നിനക്ക്? ജോസെ, ഗേറ്റ് അടയ്ക്കടാ. എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു ഞാനങ്ങ് പോകും വന്ന പോലെ. ആ ഉറപ്പെനിക്കുണ്ട്. എടാ മോനെ, നിന്റെ അനിയൻ ചെറുക്കനെ ആര് തട്ടി അതറിയേണ്ടത് എൻ്റെ നിന്റെ ആവശ്യമാണ്. എനിക്ക് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം. നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യും. ഒന്നിൽ ആ പണി നടത്തിയത്, അല്ലെങ്കിൽ ആര് പണിഞ്ഞു എന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട്. അതാരാ? ഉമ്മച്ചൻ. അവനോ? നീ പറയുന്ന നേരാന്നോ? അവന്റെ പണ്ടം തോണ്ടി ഞാൻ വെളിയിലിടും. അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു. അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാവണമെന്ന് തോന്നി. എന്താ? ഞാൻ റെഡി. എന്നാ കേറ്. പാർട്ടി മുറിഞ്ഞ് 4-5 പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെയൊക്കെ മാത്രമാന്നേ MC പോളിന്. ഇനി ഒരു ലയനമുണ്ടായാൽ തന്നെ അങ്ങേരുടെ സർവാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ടായാൽ ഞാനും താനും ഒക്കെ മരണം വരെ മങ്കൊമ്പിൽ വീട്ടിന്റെ പരിത്തിരുന്ന് ചൊറി കുത്തേണ്ടി വരും. ഒരു ദാക്ഷിണ്യമില്ലാതെ എപ്പോ വേണേലും ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. എന്റെ അവസ്ഥ കണ്ടല്ലോ. ആ ചെക്കന്റെ മരണം ഒരു ഷോക്കായിട്ടുണ്ട്. പക്ഷെ കഴിവൻ എപ്പോ വേണേലും ആക്റ്റീവ് ആവും. താൻ എങ്ങനെ തെക്കുവടക്ക് നടക്കാതെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്ത്. തന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ട്, കോട്ടയത്തോ പാലായിലോ. എന്നിട്ട് തന്റെ സ്ട്രെങ്ത് മൂപ്പിലാണെന്ന് ബോധ്യപ്പെടുത്ത്. പിളർന്നാലോ? ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക്. ലയനമായാലോ? ലയനമാവാം. നമ്മുടെ ഡിമാൻഡ്സ് പുള്ളിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം. അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. വഴിയെ പറയാം. ആളൊന്നൊക്കെ 150 രൂപയും ബിരിയാണി പൊതി. എന്നാ ആളെ കൂട്ടി ശക്തി കാണിക്കണ്ടേ? ഉമ്മച്ചന്റെ വണ്ടി ഇപ്പൊ വെളിയിലോട്ട് വരും. അയാൾക്ക് എന്നെ തമ്പാന്റെ വീട്ടിക്കാര്യം. എടാ, മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവാ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പെരിച്ചാഴിയിൽ ഇടകിടക്ക് കാണുന്നത്. കോമൺ ഫാക്ടർ, കോമൺ എനിമി. അത് MC പോള് മാത്രമാണ്. നീ ഉമ്മച്ചൻ ഇറങ്ങി. ആ കൈരളി ടിവിക്കാർ വന്നിരുന്നോ? ഇല്ല. അവരെന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമെന്നാ പറഞ്ഞിരുന്നേ. അവരാണോ? നീ ഷടയെന്ന് ഒരു വിസ്കി ഇങ്ങട്. ടിവിക്കാരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ, ഇച്ചിരി ഉള്ളിലുണ്ടാവുന്ന നല്ലതാ. പോ. ഇതെന്നെ ഇത് സേവിച്ചനോ? ഡേവിഡല്ലയോ അത്? എന്നതാ വിശേഷം? സേവിച്ച മോനെ, എനിക്കറിയാമല്ല. അതിപ്പോ പോലീസ് പിടിച്ച പെങ്കൊച്ചല്ലോ. എന്നല്ലേ പോലീസ് പറയുന്നേ? എനിക്കൊന്നും അറിയാമേല. എന്റെ കർത്താവേ, ഇല്ലേ, MLA സ്ഥാനം തന്നതും പോൾ സാറ്, തിരിച്ചെടുത്തതും പോൾ സാറ്. ഇനി തല്ലല്ലേ കുഞ്ഞെ, ഞാൻ ചത്തുപോകും. അത് ഉമ്മച്ചൻ പറഞ്ഞ ന്യായോ? ഇനി എന്തല്ലേ ഉമ്മച്ചൻ മടിയാവും. വിട് സവിച്ച, വിട്. വാ പറയട്ടെ. സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടെ. ഇവനല്ലേ ഈ സേവിച്ചൻ. ഇവനെയും കൊണ്ട് തന്നെ ഇനി ഇവിടെ വരത്തരുത്. പട്ടിയെ തൊടലേന്ന് അഴിച്ചു വിടുന്ന പോലെ ഈ വിവരം കെട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും. ചെയ്യരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ താൻ എന്നെ അറിയിക്കണം. താനൊരു തുമ്പ് കൊണ്ട് തന്നാ മതി, ഞാൻ അതേ പിടിച്ച് കയറിക്കോളാം. കണ്ണട വരൂ. ഇതില് ആനിയുടെ കസിന ഒന്ന് കാണണം.
ഹലോ ഡേവിഡ്. ഇതിപ്പോ പോലീസും കേസും പൊല്ലാപ്പൊക്കെ ഉള്ളതുകൊണ്ടാ. ഇല്ലായിരുന്നേ നല്ല ഹോസ്പിറ്റലിൽ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോയേനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഷീസ് ഓൾ റൈറ്റ്. 4 സ്റ്റിച്ച് ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് സ്കാൻ ഞാൻ പുറത്തോട്ട് ചെയ്യിച്ചു. നത്തിങ് ടു വറി. സാറേ, ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ് ജയിലറാ. വഴി മാറടോ. ചന്ദ്രപിള്ള, ഞാൻ ഡേവിഡാ. ഏത് ഡേവിഡ്? ആനി, ആ തലപൊട്ടി കുത്തിക്കെട്ടി കിടക്കുന്ന പെണ്ണിന്റെ വകയിലൊരാങ്ങളെ. എന്നതാ ഉണ്ടായി? ചുമ്മാ ചളിക്ക് താഴെ വീണതന്നോ അല്ലെ ആരെങ്കിലും തള്ളി താഴെ ഇട്ടതന്നോ? ഒന്ന് പറഞ്ഞേ, അറിയാനാ. ഓ, അത് പിന്നെ സ്ഥിരമല്ലയോ? അത് കാണാൻ വർക്കത്തുള്ള കൊച്ചല്ലയോ? അവളുമാര് മറ്റതാ. ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ. അത് സമ്മതിച്ചു കാണുകയില്ല. ആ കശമശയിലാ താഴെ വീണ് തല പൊളിഞ്ഞത്. അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ്. അതുകൊണ്ടാ ചളിക്ക് വീണെന്ന് പറഞ്ഞ അങ്ങ് തീർത്തത്. ഈ ടി വിക്കാരെ കൊണ്ട് വലിയ ശല്യം വന്നേ. അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടോ ബ്രദറെ. എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്തു? ഡോർ തുറക്കൂ. വാട്ട് ഡു യു വാണ്ട്? സാറേ, സെഷൻസ് കോർട്ടിൽ ഡോക്ടർ ബെന്നി പോളിന്റെ കൊലപാതക കേസിലെ പ്രതി ആനി എന്ന പെൺകുട്ടിക്ക് വേണ്ടി നാളെ ഞാനൊരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. സാർ അത് അനുവദിച്ചു തരണം. തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഈ വരവ് വന്നത്. സാറും ഫാമിലിയൊക്കെ കാസർഗോട്ടുകാരായതുകൊണ്ട് പറയവാ. ഈ കോട്ടയം നസ്രാണിക്കൊരു പ്രത്യേകത ഉണ്ട്. മുങ്ങിച്ചാവുമ്പോ കയറി പിടിച്ച കാലം കൂടെ പൊങ്ങിയോ മേലെ വരും, അല്ലെങ്കിൽ പിടിച്ച കാലം കൊണ്ടങ്ങ് താഴും. 10 പൈസ ഞാൻ കൈക്കൂലി തരികയല്ല. അത് തെറ്റാ സാറേ. ഞാൻ സാറിനോടൊരു ഫേവർ ചോദിക്കുക. പട്ട് സാർ അത് ചെയ്യണം. ചെയ്യും. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. വരുത്തരുത്, റിക്വസ്റ്റാ. നിന്റെ അമ്മച്ചി കണകുണാന്ന് പറയും. അത് ഞാൻ മാനേജ് ചെയ്യാം. ഇയാളെ പോക്കോ. ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ല്. നിന്റെ അപ്പച്ചന്റെ വീടാ. നിന്റെ ജീവൻ ആരോ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിച്ചേ പറ്റൂ. സാറാ, മമ്മി, ആനി കുറച്ചുനാൾ ഇവിടെ കാണും. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ വീട്ടിൽ ആരെ താമസിപ്പിക്കണമെന്ന് എന്റെ കാലം കഴിയുമ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കുന്നേ. ഈ പെണ്ണും പിള്ള കൊട്ടേഷൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞാന്നേ. ഇവൾക്കും കൂടി അവകാശമുള്ള വീടായത്. ഉവേ, അത് ഏത് വകുപ്പിലാന്നാവോ ഞാൻ അറിയാത്ത ഒരു അവകാശം. ഇവൾ എന്റെ പപ്പയുടെ മോളാന്നുള്ള അവകാശം തന്നെ. എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മമ്മി മാത്രം അംഗീകരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനാ ഇവളെ വിളിച്ചോണ്ട് വന്നത്. അകത്തോട്ട് കയറ്റില്ലാന്ന് വാശിയാണെങ്കിൽ കൂടെ ഞാനും ഉറങ്ങും. വേണ്ടാടി, നീ ഇവിടെ തന്നെ നിന്നു. നിനക്കിഷ്ടമുള്ള ആരെയെന്ന് വെച്ച് ഇവിടെ പാർപ്പിച്ചോ. ഞാൻ പോയേക്കാം. അത് നന്നാവും. കൊച്ചമണി ആന്റി എവിടെയെങ്കിലും പോയി കുറച്ചു ദിവസം ധ്യാനത്തിൻ്റെ. പിള്ളേർ രണ്ടും കൂടെ ഇവിടെ മനസമാധാനത്തോടെ കഴിയട്ടെ. സാറാ, ഇതുപോലുള്ളവരെ വിളിച്ചോണ്ട് വന്ന് എന്റെ വീടിന്റെ നടയിൽ നിന്ന് എന്നോട് വേണ്ടാതിനം പറയിക്കുന്നത് എനിക്ക് നല്ലതിനല്ല. അമ്മച്ചി, ഞാനൊരു വേണ്ടാതിനോ പറഞ്ഞില്ലേ? നിങ്ങളായിട്ട് പറയിപ്പിക്കായിരുന്നാ മതി. സാറാ, എന്ത് വേണം? ഒരാഴ്ച മുഴുവൻ ഇവിടെ താമസിപ്പിക്കാൻ എന്റെ വീടല്ല, വീടുകളുണ്ട് കോട്ടയം ടൗണിൽ. ഡേവിഡ് പോയിക്കോ. ഇവൾ എന്റെ കൂടെ തന്നെ കാണും. ഇനി മമ്മി ഇറക്കി വിടുകയാണെ ഞാൻ വിളിച്ചു പറയാം. 2 സാക്ഷികളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരണം. അവിടെ വെച്ച് നമ്മുടെ കെട്ട് നടത്തി നമുക്ക് ഡേവിഡിന്റെ വീട്ടിലേക്ക് പോവാം. അത് ഏറ്റു. സുഖം, വണ്ടി എടുക്കാം. ഓ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. വാ. ഉമ്മച്ചൻ വിചാരിച്ചാലും ചിലതെല്ലാം നടക്കണ്ടീക്കേ. നടന്നാ ഉമ്മച്ചന് കൊള്ളാം. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, MC പോളിന്റെ മൂത്ത മോൻ. ഞാൻ കൈവരിൽ നിന്ന് വിളിച്ച ചെറുക്കൻ തൊടലും പൊട്ടിച്ചിഞ്ഞ് വരും. വിളിക്കണ്ട, ട്രെയിനറില്ലാതെ വളർന്ന ഡോബർമാനാ. ഞാനൊരു തുമ്പും കൊണ്ടാ വന്നിരിക്കുന്നത് എന്ന് വെച്ച ഒരു ഇൻഫർമേഷൻ അതി പിടിച്ച് DK കേറിക്കോണം. താൻ പറയണോ?
ബെന്നിച്ചന്റെ കൊലപാതകവുമായി ഒരു തടവ് പുള്ളിക്ക് ബന്ധമുണ്ടെന്നൊരു സൂചന. എന്ന് വെച്ചാൽ പൂജപ്പുരയിൽ നിന്നും പരോളിലിറങ്ങിയ ഒരുത്തൻ തിരിച്ച് ജയിലിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ ഇടപാടായത്. അവനെ ആരിറക്കി, ആര് പറഞ്ഞിട്ട് ഇടപെട്ടത് എന്നൊന്നും എനിക്കറിയാൻ മേല. സുഖോ എന്നാ ചെയ്യാ? എടാ, നീ അന്നൊരുത്തന്റെ കാര്യം പറഞ്ഞില്ലേ, പരോള് തീരുന്ന മുൻപ് ജയിലിലോട്ട് പോയെ. എടാ, അപ്പൻ ഏതാണ്ട് മരുന്ന് കൊടുക്കാണെന്ന് പറഞ്ഞ് നീ അവന്റെ വീട്ടിൽ പോയി. ചുണ്ടാൻ ബൈജു, കെയർ ഓഫ് പൂജപ്പുര സെൻട്രൽ ജയിൽ. ഒരു ഊഹവാ, എന്നാലും സുഖമാണോടാ? അപ്പനും മോനും കൂടെ ഒരു ഇൻഫോർമൽ മീറ്റിംഗിന് ചാൻസ് ഉണ്ടാക്കാം. രാജീവൻ സാറ്, ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട്. വരൂ, തുറക്കണു. വാ. ദേ, അവനാ നീ അന്വേഷിച്ച ആള്. ഇവനാന്നോ ചുണ്ടൻ ബൈജു? അതെ. ഇത്തവണ പരോള് കഴിഞ്ഞ് വരുമ്പോ എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട് ഇവന് എന്നൊരു സംസാരം ഇവിടെ ഉണ്ട്. ഇവനൊന്ന് പുറത്തു കിട്ടണമല്ലോ. ഇനിയൊരു പരോൾ അനുവദിച്ചു കിട്ടാൻ മിനിമം 1 വർഷം എടുക്കത്തില്ലയോ? എപ്പോ വേണേലും പരോൾ കൊടുക്കാൻ പവറുള്ള ഒരാളുണ്ടല്ലോ, മുഖ്യമന്ത്രി. ആ വഴിക്കൊന്ന് നോക്കാം. ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിയാ ഞാനെന്ന് സ്വാമിക്കറിയാലോ. എല്ലാം അറിയാം. ഒരു കാര്യത്തിനും തന്നെ വന്നു കണ്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോ എന്തോന്ന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? ഇതും കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ പിന്നെ ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. കൊടുക്കൂ. അതെ, പറയൂ. ഔട്ട് ഓഫ് ദ വേ തന്നെയാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ശരി, ഞാനുടനെ ഫാക്സ് ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു. വിളിച്ചത് ജയിൽ സൂപ്രണ്ടാ. അത് നടന്നു കഴിഞ്ഞു സ്വാമി. താങ്ക് യു. ഒരു പരോള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്താടോ CM-ന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്തല്ലേ? എന്നാ പറയാനാ സാറേ, അകത്തോട്ട് കയറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്നത് രണ്ടും നിങ്ങൾ തന്നെയല്ലയോ? ചെല്ല് ചെല്ല്. ആളിയോ അളിയാ, കോട്ടയത്തിനാണെങ്കിൽ കേറിക്കോ. എപ്പ കയറിയെന്ന് ചോദിച്ചാ മതി. നീ എന്നതാ ഇവിടെ? ഇച്ചായന്റെ അപ്പച്ചന് മരുന്ന് കൊണ്ടുവന്നാ. ഐ കാൺട്ട് ബിലീവ് ദിസ്. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് FIR റിപ്പോർട്ടിൽ നിന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം. പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങേരാണെന്ന് വിചാരിച്ചത്. ഈ പോൾ സാറിന്റെ ചെറുക്കനുമായിട്ട് ഇയാൾക്ക് എന്നാ പ്രശ്നം? ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണണമെന്നില്ല, ഒരു മിഡിൽ മാന്റെ വേഷം. മറ്റാർക്കോ വേണ്ടി കൊലപാതകയെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ. പണത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെയോ പേര്. ഇനി എങ്ങനെ അയാളുടെ കൂടെ സ്മാള് കഴിക്കുന്നേ? ഇപ്പോഴോർക്കുമ്പോഴാ പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറാ. ഈ രാജഗോപാലം മേടിച്ചെന്ന് ഒരു ന്യൂസ് കേട്ടായിരുന്നു. തോട്ടം എന്ന് പറഞ്ഞാ എത്ര? കേട്ടറിവാന്നേ, ഒരു 10-25 ഏക്കർ കാണും. അതിനുള്ള കാശൊക്കെ കുഞ്ഞച്ചാ അതൊന്നും അറിയണമല്ലോ. എന്നാ വിലയ്ക്ക് ആരുടെ എന്നാന്നൊക്കെ. അതേറ്റു. ഡേവിഡേ, ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ജയിൽ വാർഡന്റെ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു? എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. സാറ് പറയുന്നത് അതൊരു മർഡർ അറ്റംപ്റ്റ് ആവാം. There is a chance. യെസ്. ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരിയുടെ എന്നാ കൊടുക്കേണ്ടി വരും ആർക്കറിയാം. ഏതായാലും ജാമ്യം കിട്ടിയല്ലോ. നീ കണ്ണി കണ്ടിടത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ കളയണ്ട. ആ പേപ്പറൊക്കെ ഇല്ലേ നോക്ക്. ഒന്ന് തിളക്കം വെച്ചിട്ടുണ്ട്. കുറച്ചാളകത്ത് കിടന്നതിന്റെ ആയിരിക്കും. പതുക്കെ വെപ്പുവല് തെറിച്ച് താഴെ പോവും. എന്നാ പോവല്ലേ.